ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് BFA വരുന്ന കമ്പനി ബോർഡ്, LGS മെയിൻ, LDC തുടങ്ങിയവയ്ക്കൊക്കെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് SCRT പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ SCRT പാഠഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ ആദ്യം തന്നെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ പറയുന്നത് മഹത്തായ വിചാരണ. ഗവൺമെന്റ് സർക്യൂട്ട് ഹൗസ്, അഹമ്മദാബാദ്, മാർച്ച് 18, 1922 സെഷൻ ജഡ്ജി ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് മുമ്പാകെ. ഓക്കെ, അപ്പോൾ അവിടെ പ്രതിക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ കേട്ട ശേഷം ജഡ്ജി ബ്രൂംഫീൽഡ് പ്രതിയെ വണങ്ങി തുടർന്ന് വിധി പ്രസ്താവിച്ചു. ആ വിധിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഇയാൾക്ക് എന്ത് കിട്ടുന്നു? പ്രതിക്ക് ശിക്ഷയായി 6 വർഷത്തെ തടവ് വിധിച്ചുകൊണ്ട് ജഡ്ജി കൂട്ടിച്ചേർത്തു ഈ കാര്യങ്ങളൊക്കെ. അതായത് 1922 മാർച്ച് 18 എന്ന് കേൾക്കുമ്പോൾ തന്നെ 22 തന്നെ ഉണ്ട് കാര്യം. എന്താണ്? 1922 ഫെബ്രുവരി 5 എന്ത് സംഭവിക്കുന്നുണ്ട്? ചൗരി ചൗര സംഭവം നടന്നു അല്ലേ? ചൗരി ചൗര. ആ ചൗരി ചൗര സംഭവത്തെ തുടർന്നുകൊണ്ട് ഗാന്ധിജീനെ 1922 മാർച്ച് 18 എന്ത് ചെയ്യാണ്? തടവിന് ശിക്ഷിച്ചു. 6 വർഷകാലമാണ് തടവ് ശിക്ഷിച്ചത്. ഓക്കെ, അപ്പോൾ ചൗരി ചൗര 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് 1922 മാർച്ച് 18 ഗാന്ധിജി എന്ത് ചെയ്യുന്നു? തടവിന് പോകുന്നു. 6 വർഷത്തെ തടവ് ശിക്ഷയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ നന്നായിട്ട് വ്യക്തമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരി. നമുക്കറിയാം ആരുടെ രാഷ്ട്രീയ കളരി? അത് ഗാന്ധിജിയുടെയാണ്. അപ്പോൾ ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ്. 20 വർഷക്കാലം ഗാന്ധിജി എന്ത് ചെയ്യുന്നു? ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരനെ നിയമസഹായിയായിട്ട്, അതായത് അവിടെ വക്കീലായിട്ട്, അദ്ദേഹത്തിന്റെ വക്കീലായിട്ടാണ് പോകുന്നത്. അതായത് ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കച്ചവടക്കാരന്റെ. ഇനി ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അവിടെ ഏഷ്യക്കാരും കറുത്തവർഗ്ഗക്കാരൊക്കെ വെള്ളക്കാരെന്ത് ചെയ്തു? വംശീയ വിവേചനങ്ങളൊക്കെ വെള്ളക്കാര് ഏഷ്യക്കാർക്കും കറുത്തവർഗ്ഗക്കാർക്കും എതിരെ നടത്തി. അപ്പം അതിൻ്റെ എതിരൊക്കെ ഗാന്ധിജി സമരം നയിക്കുന്നുണ്ട്. അഹിംസയിൽ അധിഷ്ഠിതം, ഇതൊക്കെ കാര്യം നമുക്ക് അറിയുന്നതാണ്. സമരരീതിയായിരുന്നു ഗാന്ധിജി മുൻതൂക്കം കൊടുത്തത്. പിന്നീട് 1915 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. ഓക്കെ, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. 1915 ജനുവരി 9 അദ്ദേഹം തിരിച്ചെത്തി. സോ ജനുവരി 9 നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോകാം. അപ്പോൾ 1915 ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട്. 1915 ജനുവരി 9 ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ഗാന്ധിജി. 20 വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ നിയമസഹായിയായിട്ട്, അതായത് വക്കീലായിട്ടായിരുന്നു അദ്ദേഹം പോയത്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. 1919 മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മുന്നേറിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ചിലതാണ് ഇവിടെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 1919 മുതൽ 1947 വരെയാണ് എന്തെന്ന് പറയുന്നത്? ഗാന്ധിയൻ യുഗം എന്ന് പറയുന്നത് അല്ലേ? ഗാന്ധിയൻ യുഗം അല്ലെങ്കിൽ ഗാന്ധിയൻ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഗാന്ധിജി നടത്തിയ സമരങ്ങളാണ്. അതിലാദ്യം തന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഗാന്ധിജി 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. എന്തായിരുന്നു നീലം കർഷകരുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പ്രശ്നം യൂറോപ്യന്മാർ എന്ത് ചെയ്യാണ്? ഈ നീലം കർഷക തൊഴിലാളികളെ എന്ത് ചെയ്യാണ്? ചൂഷണം ചെയ്യായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ആണ് ഗാന്ധിജി ആദ്യമായിട്ട് സമരത്തിലേക്ക് ഇറങ്ങുന്നത്. അവിടെ നമ്മുടെ ഗാന്ധിജിയെ സ്വാധീനിച്ച വ്യക്തിയാണ് രാജ്കുമാർ ശുക്ലയുടെ പ്രേരണ മൂലമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ചമ്പാനിൽ ഇടപെടുന്നത്. അപ്പൊ ആരുടെ പ്രേരണ മൂലമാണ്? രാജ്കുമാർ ശുക്ലയുടെ പ്രേരണ മൂലമാണ് ചമ്പാനിലെ 1900 ബീഹാറിലെ ചമ്പാനിലെ നീലം കർഷകർക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി സമരം ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം എന്തുണ്ടായെന്ന് വെച്ചാൽ ഗാന്ധിജീനെ കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ നമ്മുടെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിക്കുകയാണ് ചെയ്തത്. തൽഫലമായി കർഷകരുടെ പ്രശ്നം കുറേയേറെ പരിഹരിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ 1917 ഗാന്ധിജിയുടെ ആദ്യ സമരം, അതായത് ബീഹാറിലെ ചമ്പാനിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ. നീലം കർഷകർക്ക് എന്തായിരുന്നു പ്രശ്നം? യൂറോപ്യന്മാരായ തോട്ടവും ഉടമകൾ അവരെ ചൂഷണം ചെയ്യായിരുന്നു. ഇത് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്നുകൊണ്ട് ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. അതിലൊരംഗമായിരുന്നു ആരെന്ന് പറയുന്നത്? ഗാന്ധിജി എന്ന് പറയുന്നത്. കുറേയേറെ പരിഹരിക്കപ്പെട്ടു, പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടില്ല, കുറേയേറൊക്കെ അവരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്തു? പരിഹരിക്കാൻ പറ്റി. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം. അതിനുശേഷം 1918 ഗുജറാത്തിൽ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിലാണ് ഗാന്ധിജി പങ്കാളിതനായത്. ഓക്കെ, 17 കഴിഞ്ഞ പിറ്റത്തെ വർഷം തന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം
സമരത്തിൽ പങ്കെടുത്തത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അഹമ്മദാബാദ് തുണി മിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ടായിരുന്നു. അതായിരുന്നു അവിടുത്തെ ആവശ്യം, വേതന വർധനവ്. ഓക്കെ. അപ്പോൾ 1918 ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണി മിൽ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയെ വേതന വർധനവായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഗാന്ധിജി ആദ്യമായിട്ട് എന്താ ആരംഭിക്കുക? ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിരാഹാര സമരം, ആദ്യത്തെ നിരാഹാര സമരമാണ് 1918 ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളി സമരം എന്നുള്ള കാര്യം നമ്മൾ ഇവിടുന്ന് പഠിച്ചു വെച്ച് പോവാം. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 1918 വീണ്ടും ഗുജറാത്തിൽ എന്ത് ഉണ്ടായി? ഗേഡ സമരം അല്ലേ? ഗേഡയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തി. അവിടെ എന്തായിരുന്നു പ്രശ്നം? പ്രകൃതിക്ഷോഭം മൂലം അവരുടെ കൃഷിനാശം ഉണ്ടായി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നികുതി അടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടന്നത്. ഓക്കെ. അപ്പോൾ 1918 ഗുജറാത്തിലെ ഗേഡ സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം ഉണ്ടായിട്ടുണ്ടായിരുന്ന കർഷകർക്ക് പിന്നെ നികുതി അടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കർഷക സമരം തുടങ്ങിയത്. അതിലും ഗാന്ധിജി എന്ത് ചെയ്തു? പങ്കെടുത്തു. ഇതിലും നോക്കിയൊക്കെ ഗാന്ധിജി വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഇവിടെയും വേതന വർധനവ്, അഹമ്മദാബാദ് തുണിമൽ സമരത്തിന്റെ ശേഷം എന്ത് ചെയ്തു? വേതന വർധനവ് അവർക്ക് ലഭിക്കുക ചെയ്തു. ഓക്കെ. ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പട്ടിക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഏതായിരുന്നു? നീലം കർഷകർക്ക് അല്ലെ, നീലം കർഷകരെ എന്തിനു വേണ്ടി? ചൂഷണം അല്ലെ, യൂറോപ്യൻസ് ആയിട്ടുള്ള തോട്ടൻ ഉടമകളുടെ ചൂഷണത്തിനെതിരായിട്ടായിരുന്നു എന്ത് നടന്നത്? 1917 ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്നത്. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം അല്ലെ, അഹമ്മദാബാദ് തുണിമിൽ സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വേതന വർധനവിന് വേണ്ടിയിട്ടായിരുന്നു. ഇനി 1918 ഖേദ സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു. അവരുടെ പ്രകൃതിക്ഷോഭം മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവർക്ക് എന്ത് വേണം? നികുതി ഇളവ് കൊടുക്കണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ, നികുതി ഇളവിന് വേണ്ടിയിട്ടാണ് ഗേഡ സമരം 1918. ഇതിൽ ഈ അഹമ്മദാബാദിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരമായിരുന്നു ഏതെന്ന് പറയുന്നത്? അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് പറയുന്നത്. ഇനി ഒന്നാം ലോക യുദ്ധവും ഇന്ത്യയും. ഓക്കെ. അപ്പൊ 1914 മുതൽ 18 വരെയാണ് എന്ത്? ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. അപ്പോൾ ഈ ഒന്നാം ലോക യുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. എങ്ങനെയാണ് നോക്കാം. അതായത് യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. അതുപോലെ തന്നെ സൈനികരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തു. അത് നമ്മുടെ ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. അപ്പൊ 1914 മുതൽ 18 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം എന്നുള്ള കാര്യം നമ്മൾ ഇവിടുന്ന് വ്യക്തമായിട്ട് പഠിച്ചു പോകാം. നമുക്ക് യുദ്ധങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ 1914 മുതൽ 18 വരെ. അപ്പോൾ ഒന്നാം ലോക അനന്തരം യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേലിൽ നിന്ന് അധിക നികുതി ചുമത്തുകയും അതുപോലെ തന്നെ വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തു. ആർക്ക് വേണ്ടി? സൈനികർക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഭക്ഷ്യക്ഷാമം സംഭവിച്ചു. അതുപോലെ തന്നെ വിളനാശവും പകർച്ചവ്യാധികളും കൂടുതൽ ഉണ്ടായി. അതുമൂലം ക്ഷാമം ഉണ്ടായി. ഒരുപാട് പേര് മരണപ്പെട്ടു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അല്ലെ 18 കഴിഞ്ഞാൽ 18 മുതൽ അല്ലെ 19 മുതൽ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കുന്നത് 19 മുതലാണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അടിച്ചമർത്തലുകൾക്ക് എതിർപ്പത്. അതായത് ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം എന്ത് ചെയ്തു? ചില നടപടി സ്വീകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമായിരുന്നു അവർ പാസ്സാക്കിയത് 1919 റൗലറ്റ് നിയമം. ഇമ്പോർട്ടൻ്റ് ആണ് 1919 റൗലറ്റ് നിയമം. ഈ റൗലറ്റ് നിയമം എന്ന് പറയുന്നത് വാറണ്ട് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലടക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. എന്താണ്? വാറണ്ട് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലടക്കാം. അതായത് നമ്മുടെ പൗരാവകാശങ്ങളൊക്കെ തന്നെ അവരെന്ത് ചെയ്തു? ഈ നിയമത്തിലൂടെ തടഞ്ഞു. അപ്പൊ ഇതിനെതിരെ, നമ്മുടെ പൗരാവകാശം പോയതിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി എന്ത് ചെയ്തു? ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇതിന്റെ പ്രചരണത്തിനായിട്ട് സത്യഗ്രഹ സഭ, എന്താണ്? സത്യാഗ്രഹ അല്ല, സത്യഗ്രഹ സഭയാണ് അദ്ദേഹം രൂപീകരിച്ചത്. അപ്പൊ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. എന്തിനെതിരെയാണ്? റൗലറ്റ് നിയമം. റൗലറ്റ് നിയമം എന്താ? 1919 റൗലറ്റ് നിയമം നമ്മുടെ പൗരാവകാശങ്ങളെ തടയുന്ന നിയമമായിരുന്നു. അപ്പൊ ഈ ഹർത്താലിന് എന്തുണ്ടായി? വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പൊ ഗാന്ധിജി അതിനെ വിശേഷിപ്പിച്ചു ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച. 1919 ഏപ്രിൽ 6 നടന്ന ദേശീയ ഹർത്താലിനെ ഗാന്ധിജിയാണ് ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ 1919 ഏപ്രിൽ 6 എന്താ റൗലറ്റ് നിയമത്തിനെതിരെ ഹർത്താൽ, ദേശീയ ഹർത്താലിന് വേണ്ടി പ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരു സഭ ഉണ്ടാക്കി. അതാണ് സത്യഗ്രഹ സഭ. ഈ ഹർത്താലിൽ പങ്കെടുത്ത ജനപങ്കാളിത്തത്തെ കണ്ടുകൊണ്ട് ഗാന്ധിജി പറഞ്ഞതാണ് ഏറ്റവും വിസ്മയവാഹമായ കാഴ്ച എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടുന്ന് പഠിച്ചു പോവുക.
ഇനി നമുക്ക് നോക്കാം, ഈ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരം ശക്തി ആർജിച്ചത് പഞ്ചാബിലും ലാഹോറിലുമാണ്. എവിടെയാണ് ശക്തമായി സമരം നടന്നത്? പഞ്ചാബ് ആൻഡ് ലാഹോർ. അവിടുത്തെ പഞ്ചാബിലെ ജനകീയ നേതാക്കളായിരുന്നു ആരൊക്കെ? ഡോക്ടർ സത്യപാൽ ആൻഡ് ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു. ഇവരെന്ത് ചെയ്തത്? അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഓക്കെ, പഞ്ചാബിലും ലാഹോറിലാണ് ശക്തിപ്പെട്ടത്. അവിടെ പഞ്ചാബിലെ ജനകീയ നേതാക്കളായിരുന്ന ഡോക്ടർ സത്യപാൽ ആൻഡ് ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവിനെ അറസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അമൃത്സറിൽ ഇവിടെ എന്ത് സംഭവിച്ചു? പട്ടാള നിയമം. അപ്പോൾ 1919 ഏപ്രിൽ 6 ഹർത്താലിനെ തുടർന്നുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു നോക്കിക്കേ. പഞ്ചാബ് ലാഹോറിൽ ശക്തിപ്പെട്ടു. അതുപോലെ തന്നെ പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാൽ ആൻഡ് ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവിനെ അറസ്റ്റ് ചെയ്തു. അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് എന്ത് ചെയ്തു? ഒരു പൊതുയോഗം നടന്നു. ഈ പൊതുയോഗത്തിൽ ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കെതിരെയായിട്ട് ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം എന്ത് ചെയ്തു? വെടിവെപ്പ് നടത്തി. ഓക്കെ, ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. സർക്കാർ കണക്കെടുപ്പ് പ്രകാരം 379 പേര് കൊല്ലപ്പെട്ടു എന്നാണ്. അതിൽ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടിരുന്നു. ഓക്കെ, 10 മിനിറ്റ് നേരമാണ് തുടർച്ചയായിട്ട് വെടിവെപ്പുകൾ ഉണ്ടായത്. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ സത്യപാൽ ആൻഡ് ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവിൻ്റെ അറസ്റ്റിനെ തുടർന്നിട്ടാണ് 1919 ഏപ്രിൽ 13 അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഒത്തുചേർന്നവർക്കെതിരെയാണ് ജനറൽ റെജിനാൾഡ് ഡയർ എന്ത് ചെയ്തെന്ന്? വെടിവെപ്പ് നടത്തിയത്. ഈ ഒരു കാര്യം ഇവിടുന്ന് വ്യക്തമായിട്ട് പഠിച്ചു പോവാം. ഇനി നമുക്കറിയാം ഹണ്ടർ കമ്മീഷൻ. PSC ഒരുപാട് തവണ ചോദിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇപ്പോൾ ജാലിയൻ വാലാബാഗും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ എന്നുള്ളത് ഇവിടെ നിന്ന് പഠിച്ച് പോവുക. അടുത്തത് ബഹുജന സമരത്തിലേക്ക്, അതായത് റൗലറ്റ് നിയമം ഇതിനെതിരെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവാണ്. അപ്പോൾ നഗരപ്രദേശങ്ങളിൽ മാത്രമായിരുന്നു അത് ശക്തി ആർജിച്ചത്. അപ്പോൾ ഗ്രാമീണ മേഖലകളിലേക്ക് ആ സമരം വ്യാപിക്കേണ്ടതുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? ഗാന്ധിജിക്ക് മനസ്സിലായി. അത് പ്രകാരം ഇത് പ്രായോഗികമാക്കാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും, രണ്ടുപേരും സഹോദരന്മാരാണ്. ഇനി എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലെങ്കിൽ ഖിലാഫത്ത് എന്താന്ന് നോക്കാം. ഒന്നാം ലോക യുദ്ധത്തിലെ മുതൽ ഏതുവരെയായിരുന്നു? 1914 മുതൽ 18 വരെയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒന്നാം ലോകയുദ്ധത്തിന്റെ വിജയികളായിട്ടുള്ളവർ പരാജയപ്പെട്ട തുർക്കിയുമായി സെവ്രസ് ഉടമ്പടി. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ആരംഭിക്കാൻ കാരണം തന്നെ ഈ സെവ്രസ് ഉടമ്പടിയാണ്. ഈ സെവ്രസ് ഉടമ്പടി പ്രകാരം എന്തുണ്ടായി? തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും എന്തായി? ഇല്ലാതായി. അപ്പൊ ഈ ഖലീഫയുടെ നഷ്ടപ്പെട്ട അധികാരങ്ങളെ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പൊ സെവ്രസ് ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഖിലാഫത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഖിലാഫത്തുമായിട്ട്, അതായത് ഒന്നാം ലോകത്തിൽ വിജയിച്ച് പരാജയപ്പെട്ട തുർക്കിയുമായി ചേർന്നുണ്ടായ ഉടമ്പടിയാണ് സെവ്രസ് ഉടമ്പടി. സെവ്രസ് ഉടമ്പടി പ്രകാരം ആർക്കാണ് അധികാരങ്ങൾ നഷ്ടമായത്? ഖലീഫയ്ക്കാണ്. അപ്പൊ ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഓക്കെ, ഇനി നിസ്സഹകരണത്തിലേക്ക് പോവാണ്. അതായത് ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. അപ്പൊ ആരൊക്കെ ഏതൊക്കെ സംഘടനകൾ ചേർന്നിട്ടാണ്? ഖിലാഫത്ത് കമ്മിറ്റിയും INCയും ചേർന്നിട്ടാണ് അക്രമരഹിതമായിട്ട് ഒരു നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത്. അപ്പൊ അവിടെ അവർ പറഞ്ഞ കാര്യങ്ങൾ: ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതി ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. ഏതൊക്കെയാണ് ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ? ഓക്കെ, കൈസറി ഹിന്ദു പോലുള്ളതൊക്കെ വേണ്ട വെച്ചല്ലോ. അപ്പോൾ അതന്നെ, ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതി ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയം ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. അതിനോടൊപ്പം തന്നെ നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. എന്താണ് നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക? അതുപോലെ തന്നെ ബഹിഷ്കരിക്കണതിൻ്റെ ഒപ്പം തന്നെ അവർ എന്ത് ചെയ്തു? സാമുദായിക സൗഹൃദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ
ഇമ്പോർട്ടൻ്റ് ആണ് നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിസ്സഹകരണ സമരത്തിന് ആരൊക്കെ എങ്ങനെയൊക്കെ സഹായിച്ചു എന്നുള്ളത് നോക്കാം. സ്ത്രീകൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമര രീതികളിൽ സ്ത്രീകൾ പങ്കാളികളായി. തൊഴിലാളികൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികളും അസമിലെ തോട്ടം തൊഴിലാളികളും അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികളും പണിമുടക്കി സമരത്തോട് സഹകരിച്ചു. വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു വെച്ചാൽ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചുകൊണ്ട് ദേശീയ വിദ്യാലയങ്ങൾ ചേർന്ന് പഠനം തുടർന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഈ സമരത്ത് ഉണ്ടായതാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണത്. എന്ത് സർക്കാർ സ്കൂൾ കോളേജുകളൊക്കെ വിദ്യാർത്ഥികൾ ബഹിഷ്കരിച്ചു, പകരം ദേശീയ വിദ്യാലയങ്ങൾ ചേർന്നു. ഏതൊക്കെയായിരുന്നു ദേശീയ വിദ്യാലയങ്ങൾ? ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നിവയായിരുന്നു ആ സമരകാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇനി ഗോത്ര ജനത എന്താ വെച്ചാൽ ഗോത്ര ജനതയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വനനിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ലംഘിച്ചുകൊണ്ട് അവർ വനങ്ങളിൽ കയറിയിട്ട് വനവിഭവങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. കർഷകർ എങ്ങനെയായിരുന്നു വെച്ചാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധാരാളം കർഷകർ പങ്കെടുത്തു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് നിസ്സഹകരണ സമരകാലത്താണ്. അപ്പോൾ നിസ്സഹകരണ സമരം നടക്കുന്ന കാലത്താണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിക്കുന്നത്. അപ്പോൾ അവധ് കിസാൻ സഭ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു. ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടുന്ന് പഠിച്ചു പോവുക. ജവഹർലാൽ നെഹ്റു ഏത് കാലത്താണത്? നിസ്സഹകരണ സമരകാലത്താണ് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തത്? അവധ് കിസാൻ സഭ രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു. അപ്പോൾ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ഈ ചണത്തിന് പകരം ചണം ബഹിഷ്കരിച്ചുകൊണ്ട് അവർ ചണത്തിന് പകരമായിട്ട് നെല്ലും പരുത്തിയും കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്നത് ഗാന്ധിജി 1909 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഗാന്ധിജിയുടെ ഹിന്ദ് സ്വരാജ് നിലവിൽ വന്ന വർഷം അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ് 1909. അപ്പം അതിൽ ഗാന്ധിജി ഇപ്രകാരം വിശദീകരിക്കുകയുണ്ടായി. ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം ഒരു വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. അതുപോലെ തന്നെ ഹിന്ദ് സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയം ഭരണം എന്നാണ്. ഈ ഒരു കാര്യം ഇവിടുന്ന് മനസ്സിലാക്കി വെക്കുക. ഹിന്ദ് സ്വരാജ് എന്നുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്താണ്? ഇന്ത്യയുടെ സ്വയം ഭരണമാണ് ഗാന്ധിജി ഉദ്ദേശിച്ചത്. അപ്പോൾ ഹിന്ദ് സ്വരാജ് 1909 ഗാന്ധിജിയുടെ പുസ്തകമാണെന്നുള്ള കാര്യം ഇവിടുന്ന് വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചണം കൃഷി ബഹിഷ്കരണ സമരം വരെ എടുത്തു. അപ്പോൾ ചണം കൃഷി ബഹിഷ്കരണ സമരത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു ചണത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകൾ പൂട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ചണം ബഹിഷ്കരിക്കുന്ന സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ചണത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കുക, അതോടുകൂടി ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ള ചണമില്ലുകൾ പൂട്ടിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നെൽകൃഷി വ്യാപിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക. അപ്പോൾ നെൽകൃഷിയാണല്ലോ ചണത്തിന് പകരം ഒന്ന് വെച്ചത്, അതുകൊണ്ട് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാൻ കഴിയും. അതുപോലെ തന്നെ പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്തുജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. ഈ 3 ലക്ഷ്യങ്ങളായിരുന്നു നമ്മുടെ ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ളതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കാം. ഇനി നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടായി. നമ്മുടെ ചൗരി ചൗര. ഓക്കെ, നമ്മൾ പഠിച്ചു അത് 1922 ഫെബ്രുവരി 5 എന്ത് ചൗരി ചൗര സംഭവം. അതിൽ 22 പോലീസുകാരെന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. അപ്പോൾ സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ മനസ്സിലാക്കി ഗാന്ധിജി ആ സമരം പിൻവലിക്കുകയും ഈ തീരുമാനം മറ്റു നേതാക്കളെ അമ്പരമിച്ചു. ഗാന്ധിജിയോട് കടുത്ത വിമർശനത്തിന് വിധേയനായി ഗാന്ധിജി. ഈ ഒരു സംഭവത്തെ സുഭാഷ് ചന്ദ്രബോസ് എന്ത് പറഞ്ഞു? ഈ തീരുമാനത്തെ ഗാന്ധിജിയുടെ ഈ ഒരു തീരുമാനം പെട്ടെന്ന് പിന്നിലോട്ട് വരുന്ന ഈ തീരുമാനത്തെ എന്ത് പറഞ്ഞു? ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ സുഭാഷ് ചന്ദ്രബോസാണ് ദേശീയ ദുരന്തം എന്ന് ഗാന്ധിജിയുടെ ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്നുണ്ടായ പിൻവാങ്ങലിനെ കുറിച്ച് പറഞ്ഞത്. എന്താണ് വിശേഷിപ്പിച്ചത്? ദേശീയ ദുരന്തം. ആരാണ് വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. ഈ ഒരു കാര്യം വ്യക്തമായി പഠിക്കാം.
ഇനി ചിരാല പെരാല. എന്താണ് ചിരാല പെരാല നോക്കാം. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരമായിരുന്നു ഇത് ചിരാല പെരാല. എവിടെയാണ് നടന്നത്? ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു നമ്മുടെ ചിരാല പെരാല. ഈ നഗരത്തെ എന്ത് ചെയ്യാണ്? മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്താൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുകയാണ്. ഇങ്ങനെ ഉയർത്തുന്നതിനൊപ്പം തന്നെ അവരുടെ നികുതി ഭാരവും വൻതോതിൽ വർദ്ധിക്കാനിടയായി. അല്ലേ? ഒരു നഗരം മുനിസിപ്പൽ കോർപ്പറേഷൻ ആകുമ്പോൾ അവിടെ നികുതിയിൽ വ്യത്യാസം വന്ന് നികുതി എന്ത് ചെയ്തു? കൂടി. അപ്പോൾ എന്ത് ചെയ്തു? ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 15,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം അവർ വേറൊരിടത്താണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ ചിരാല പെരാല എന്ന് പറയുന്നത് ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ഒരു സ്ഥലമാണ്. ആ ചെറിയൊരു നഗരത്തെ അവരെന്ത് ചെയ്യാണ്? മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്തുന്നതിനോടൊപ്പം നികുതിയും ഉയർത്തി. അപ്പോൾ ഇത് അടയ്ക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. അപ്പോൾ ഇതിനെതിരെ ദുഗ്ഗിരാല, അതിൽ തന്നെ ആരാണ് നേതൃത്വം നൽകിയെന്ന്? ചിരാലയിലെ രാല നോക്കുക. അതുപോലെ തന്നെ ഓപ്ഷനിൽ ഇയാളുടെ പേരിൻ്റെ ഒപ്പം ഒരു രാല ഉണ്ടാവും, ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ എന്നുള്ളത് മറന്നു പോകരുത്. 11 മാസക്കാലം അവർ മറ്റൊരിടത്ത് കഴിഞ്ഞു. അപ്പം നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ഒരു സമരമായിരുന്നു ഏത്? ചിരാല പെരാല എന്നുള്ളത്. അപ്പം നമുക്കറിയാം 1922 ഫെബ്രുവരി 5 ചൗരി ചൗരാത്ത് നടന്നിട്ട് ഗാന്ധിജി അറസ്റ്റ് വരിക്കുകയും വിചാരണയ്ക്ക് ശേഷം 6 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ആണല്ലോ. എന്നാണ് വിട്ടത്? 1922 മാർച്ച് 18 അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്? അറസ്റ്റ് വരികയും 6 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചത് 1922 മാർച്ച് 18 ഓർത്തു വെക്കേ. ഇനി പോരാട്ടം നിയമനിർമ്മാണ സഭ. അപ്പൊ നമുക്കറിയാം നിസ്സഹകരണ സമരത്ത് നിയമനിർമ്മാണ സഭകളൊക്കെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ ബഹിഷ്കരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് വിയോജിപ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. അവർ ഇതിന് എതിരായിരുന്നു, നിയമനിർമ്മാണ സഭകളെ ബഹിഷ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ട്. 1923 അവരെന്ത് ചെയ്തു? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. അവരെന്ത് ചെയ്തു? 1923 സ്വരാജ് പാർട്ടി. അപ്പൊ 1923 സ്വരാജ് പാർട്ടിക്ക് നേതൃത്വം നൽകിയവരാണ് CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദികളാക്കി മാറ്റുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? നിയമനിർമ്മാണ സഭകളെ ബഹിഷ്കരിക്കുകയല്ല, പകരം അതൊരു പോരാട്ടത്തിനുള്ള വേദിയായി മാറ്റുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനായി അവരെന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ ആർക്ക് കഴിഞ്ഞു? സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. വെരി വെരി ഇമ്പോർട്ടന്റ്, മനസ്സിലാക്കാം. ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. നൂറ്റാണ്ട് തികയുന്ന കൂടിക്കാഴ്ച. ആരൊക്കെയാണ്? ഗാന്ധിജി ആൻഡ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ഗാന്ധിജിയും കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12 ഇമ്പോർട്ടന്റ് ആണ്. 1925 മാർച്ച് 12 ഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടി. എവിടെ വെച്ചിട്ടാണ്? വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ചാണ് കൂടിക്കാഴ്ച. എവിടെ വെച്ചിട്ടാണ്? 1925 മാർച്ച് 12 ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരം വർക്കലയിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പൊ ഈ 2 മഹത് വ്യക്തികളുടെ കൂടിക്കാഴ്ച 2025 മാർച്ച് 12 ഒരു നൂറ്റാണ്ട് തികഞ്ഞു. എന്നാണ് 2025 മാർച്ച് 12 ആരൊക്കെ തമ്മിലുള്ള കൂടിക്കാഴ്ച? ഗാന്ധിജിയും ശ്രീനാരായണ ഗുരും കൂടിക്കാഴ്ചയ്ക്ക് ഒരു നൂറ്റാണ്ടായി. 2025 മാർച്ച് 12. അപ്പൊ അവർ കണ്ടുമുട്ടിയ വർഷം 1925 മാർച്ച് 12. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാം. ഇനി ചൗരി ചൗര സമരത്ത് കൂടി നിസ്സാരണം പിൻവലിച്ചെങ്കിലും അവരുടെ ആവേശമൊന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവർക്കെതിരെ, അതായത് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ അരങ്ങേറി വീണ്ടും ഇന്ത്യയുടെ പല ഭാഗത്ത്. അതിലെ ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരമാണ് ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം. അതാണ് റാംബ ലഹള. ഇമ്പോർട്ടന്റ് ആണ് റാംബ ലഹള. അല്ലൂരി സീതാരാമ രാജു. റാം, ഇവിടെ റാം ഉണ്ട്. അപ്പൊ നമ്മുടെ ഇതിലും ആരൊക്കെ ഉണ്ട്? സീതയുണ്ട്, രാമനുണ്ട് എന്നുള്ള കാര്യം ഓർത്തിക്കുക. റാംബ ലഹള അല്ലൂരി സീതാരാമ രാജുവിന്റെ നേതൃത്വത്തിലാണ് റാംബ ലഹള നടന്നത്. അതായത് ബ്രിട്ടീഷ് വന നിയമങ്ങൾ കാരണം അവർക്ക് എന്തില്ല, വനങ്ങളിൽ കാലുമേക്കാൻ അവകാശങ്ങൾ തടഞ്ഞിരുന്നു. അതുപോലെ പലിശക്കാരുടെ ചൂഷണവും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവരെ സമരത്തിലേക്ക് പ്രേരിപ്പിച്ചത്. അപ്പോൾ റാംബ ലഹളയ്ക്ക് കാരണമായത് എന്താണ്? ബ്രിട്ടീഷ് വന നിയമങ്ങളാണ്. കാരണം അവർക്ക് വനത്തിൽ കാലും വെക്കാൻ അവകാശം തടഞ്ഞിരുന്നു അവര്. അതുപോലെ തന്നെ കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമായിരുന്നു റാംബ ലഹളയ്ക്ക് കാരണം. അതിന് നേതൃത്വം നൽകിയത് അല്ലൂരി സീതാരാമ രാജുവാണ്. 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്ന് ഓർക്കുക, അന്നത്തെ കാലത്ത് ഗോത്രജന വിഭാഗങ്ങൾ 2500 ചതുരശ്ര മൈൽ ഭൂമേഖല അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് MSP മലബാർ സ്പെഷ്യൽ പോലീസും അസം റൈഫിൾസും
സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചാണ് സമരം അടിച്ചമർത്തിയത്. ആ അടിച്ചമർത്തലിൻ്റെ ഇടയിൽ അല്ലൂരി സീതാരാമരാജു കൊല്ലപ്പെടുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. റാംബാലഹളയെ തകർക്കാൻ വേണ്ടിയിട്ട്, അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് മലബാർ സ്പെഷ്യൽ പോലീസും അസം റൈഫിൾസും വന്നത്. 2500 ചതുശ്ര ഭൂമിയിലേക്ക് സമരക്കാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. നമ്മുടെ നേതൃത്വം നൽകിയ റാംബാലഹളയ്ക്ക് നേതൃത്വം നൽകിയ അല്ലൂരി സീതാരാമരാജു കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോവുക. ദെൻ സൈമൺ തിരിച്ചു പോവുക, സൈമൺ ഗോ ബാക്ക്. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏതായിരുന്നു? സൈമൺ കമ്മീഷനാണ്. ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ. സർ ജോൺ സൈമണിന്റെ നേതൃത്വത്തിലായിരുന്നു, പേരിൽ തന്നെ ഉണ്ട്, സർ ജോൺ സൈമണിന്റെ നേതൃത്വത്തിലായിരുന്നു കമ്മീഷൻ. കമ്മീഷനിൽ ടോട്ടൽ 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ആ 7 അംഗങ്ങളും ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. സ്വാഭാവികമായിട്ടും കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം തന്നെ 1928 ഫെബ്രുവരി 3. ഇവിടെ തന്നെ പഠിച്ചു പോവുക. 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നത്. ആ ദിവസം തന്നെ രാജ്യത്തുടനീളം എന്തുണ്ടായി? ഹർത്താൽ ആചരിച്ചു. അപ്പോൾ സൈമൺ തിരിച്ചു പോവുക എന്ന മുദ്രാവാക്യം ഇന്ത്യൻ തെരുവുകളിൽ മുഴങ്ങി. 1928 ഫെബ്രുവരി 3. നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഈ ലാഹോറിൽ സമരക്കാർക്ക് നേരെ നടന്ന ലാത്തി ചാർജിൽ എന്തുണ്ടായി? ലാലാ ലജ്പത് റായ് മരണപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ സൈമൺ തിരിച്ചു പോവുക 1928 ഫെബ്രുവരി 3 സമരം നടന്നത്. ലാഹോറിലെ സമരക്കാർക്കെതിരെ ഉണ്ടായിരുന്ന ലാത്തി ചാർജിൽ ആര് മരണപ്പെടുന്നുണ്ട്? ലാലാ ലജ്പത് റായ്. എന്തിനായിരുന്നു സൈമൺ കമ്മീഷൻ വന്നത്? ഭരണഘടനാ പരിഷ്കരണങ്ങളെ പറ്റി നിർദ്ദേശിക്കാനായിരുന്നു. 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 7 അംഗവും ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു, എന്ത് ഭരണഘടനാ പരിഷ്കരണങ്ങളെ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പൂനെയിൽ വിവിധ പാർട്ടികൾ യോഗം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി. ആരുടെ നേതൃത്വത്തിൽ? മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ഈ റിപ്പോർട്ട് സ്വാധീനം ചെലുത്തി. അപ്പോൾ ഭരണഘടനാ പരിഷ്കരണങ്ങൾ ഒരിക്കലും ഒരു ഇന്ത്യക്കാരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് ബ്രിട്ടീഷുകാർ പറയുകയും ഇതേ തുടർന്ന് പൂനെയിൽ കുറേ പാർട്ടികൾ തമ്മിൽ യോഗം ചേരുകയും ആ സമയത്ത് മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട്, നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നു, അത് തയ്യാറാക്കി. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇത് സ്വാധീനം നൽകി. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തത് ബർദോളിയിലെ കർഷക മുന്നേറ്റമാണ്. ബർദോളി, അതും 1928. 1928 ഗുജറാത്തിലെ ബർദോളി വലിയൊരു കർഷക സമരത്തിന്. അപ്പോൾ ബർദോളി കർഷക മുന്നേറ്റമാണ്. 1928 ഗുജറാത്തിലെ ബർദോളി വലിയൊരു കർഷക സമരമാണെന്ന് മനസ്സിലാക്കുക. അതിന് നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ബർദോളി സത്യാഗ്രഹ നായകനാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ, നേതൃത്വം നൽകിയ വ്യക്തി. ആ നേതൃത്വം നൽകിയതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന് സഹായിക്കാൻ അബ്ബാസ് ത്യാബ്ജി, ആരാണ്? അബ്ബാസ് ത്യാബ്ജിയും വിത്തൽഭായ് പട്ടേലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അബ്ബാസ് ത്യാബ്ജി ആൻഡ് വിത്തൽഭായ് പട്ടേൽ എന്നിവരും സമരത്തിൽ വലിയ പങ്കുവച്ചു. അപ്പോൾ എന്നാണ് ബർദോളി സത്യാഗ്രഹം? 1928 ഗുജറാത്തിലെ ബർദോളിയിൽ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വല്ലഭായ് പട്ടേൽ. വല്ലഭായ് പട്ടേലിന് സഹായികളായിരുന്നു ആരൊക്കെ? അബ്ബാസ് ത്യാബ്ജി ആൻഡ് വിത്തൽഭായ് പട്ടേൽ എന്നിവരും സമരത്തിൽ വലിയ പങ്കുവച്ചു. എന്തിനായിരുന്നു? നികുതി വർധനവിനെതിരെയായിരുന്നു ഈ സമരം. ഓക്കെ, നികുതി വർധനവിനെതിരെയായിരുന്നു സമരം എന്ന് പറയുന്നത്. നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിച്ചു. കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷികോപകരണങ്ങൾ എന്നിവ എന്ത് ചെയ്തു? സർക്കാർ പിടിച്ചെടുത്തു. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് എന്ത് പറഞ്ഞു എന്നറിയോ? നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. എന്താണ്? നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളിലാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക എന്ന് സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബർദോളി സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നികുതി വർധനവായിരുന്നു ബർദോളി സത്യാഗ്രഹത്തിലേക്ക് നയിച്ചത്. ഓക്കെ, പിന്നീട് ഗാന്ധിജി സന്ദർശിക്കുകയും അവർക്ക് ഉറച്ച പിന്തുണ നൽകുകയും അവസാനം സർക്കാർ നികുതി വർധനവ് പിൻവലിച്ച് സമരം വിജയം നേടി. ബർദോളി സത്യാഗ്രഹം വിജയിക്കുകയുണ്ടായത്. ഇനി ലാഹോർ സമ്മേളനം എന്ന വഴിത്തിരിവ്. ഇവിടെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലോ രാജകുമാരന്മാരിലോ വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു പോവുക. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമില്ല. ആര് പറഞ്ഞു? ജവഹർലാൽ നെഹ്റു. 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ഈ മേളിൽ കൊടുത്തിരിക്കുന്നത്. എന്നാണ്? 1929 ഡിസംബറിലെ ലാഹോർ സമ്മേളനത്തിന്, വാർഷിക സമ്മേളനത്തിന് കോൺഗ്രസിന്റെ. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ലാഹോർ സമ്മേളനം പല കാരണങ്ങൾ കൊണ്ടും സുപ്രധാനമായിരുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ലാഹോർ സമ്മേളനം ഇത്ര സുപ്രധാനമായത്? 1929 ലാഹോർ സമ്മേളനം.
കാരണം കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് എന്ത് ചെയ്തു? ആദ്യമായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഇതൊരു ബഹുജന സമരമായി ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തുകയുണ്ടായി 1929 ലാഹോർ സമ്മേളനത്തിൽ. അതുപോലെ തന്നെ ത്രിവർണ്ണ പതാക അംഗീകരിക്കുകയും ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. അതായത് ലാഹോർ സമ്മേളന തീരുമാനം 1929 പ്രകാരം 1930 ജനുവരി 26 ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു എന്നാണ് 1930 ജനുവരി 26. ഇപ്പൊ നഗരങ്ങളിൽ ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി, ദേശീയ പതാക ഉയർത്തി ദേശഭക്തിഗാനം ആരംഭിച്ചു. ജൻ സ്വാതന്ത്ര്യത്തിൽ പങ്കാളികളായി. ചർക്കയിലെ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചരണം എന്നിവ ഇതിന്റെ ഭാഗമായി. ഏതൊക്കെയാണ്? ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യ പ്രചാരണം എന്നിവയും ഈ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം നടന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ അവരെന്ത് ചെയ്തു? ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. അപ്പൊ 1929 ശേഷം 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. 30 കഴിഞ്ഞിട്ട് എല്ലാ വർഷങ്ങളും ജനുവരി 26 അവര് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കലുണ്ടായി. അപ്പോൾ സ്വതന്ത്രാനന്തരം 1947 ഓഗസ്റ്റ് 1 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മൾ റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 തെരഞ്ഞെടുത്തത് ഈ ഒരു കാരണം കൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ബാക്കിയുള്ളതിന്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ വിലയേറിയ കമന്റുകളെല്ലാം രേഖപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്.